ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ പത്രക്കാരല്ലേ? നിങ്ങൾ ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നവർ കൂടിയാണല്ലോ. കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. വർഗീയതയ്ക്ക് ഇപ്പോൾ കേരളം വലിയ അപകടത്തെ നേരിടുകയാണ്. അത് സാമുദായിക വർഗീയമായ ചിന്തകൾ സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ വളർന്നു വന്ന നവോത്ഥാന മൂല്യങ്ങളുടെയും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും നിലവെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ കേരളത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കേരളീയ സമൂഹത്തിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന എല്ലാവരും ആ ഒരു നിലയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നും കാണരുതെന്ന്. അതൊരു നിങ്ങൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യമല്ലേ ഉദ്ദേശിക്കുന്നത്? അതൊരു യാദൃശ്ചിക സംഭവമല്ലേ? അത് ഇങ്ങനെയൊക്കെ ഒരു പെരുപ്പിക്കേണ്ട കാര്യം. അതിൽ ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാമല്ലോ. ഇങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പിന്നെ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം കയറ്റിന്ന് വരും. അതങ്ങനെ കാണുകയല്ലാതെ അതൊരു നയപരമായ മാറ്റത്തിനൊക്കെ ഭാഗമായിട്ട് കാണണം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ മുമ്പ്. തലശ്ശേരി കലാപം അതിൻ്റെ ഭാഗമല്ലേ? തലശ്ശേരി കലാപത്തിൽ പള്ളിക്ക് കാവൽ നിന്നിട്ടാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ UK കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ടത്. പള്ളിക്ക് കാവൽ നിന്നിട്ടാണ്, അമ്പലത്തിന് കാവൽ നിന്നിട്ടല്ല. അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഓരോ പാർട്ടിയും എന്തെന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. RSSൻ്റെ വെട്ടും കുത്തുമേറ്റിട്ട് നിരവധി ആളുകളുടെ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. കേരളത്തിൻ്റെ പഴയകാല ചരിത്രം എടുത്ത് നോക്കിയാൽ ഇപ്പോഴത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് എങ്ങനെ RSSുമായിട്ട് അന്തർധാര ഉണ്ടാക്കാൻ കഴിയുക? ഇതൊരു ചെറിയ പ്രശ്നമാണ്. അത് ഒരു തരത്തിലും CPMൻ്റെ ഏതൊരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്, ഏതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്തർധാരയുടെ പ്രശ്നം ഉന്നയിക്കുന്നത്? അതിനൊന്നും ഇത് വെറുതെ അന്തർധാര എന്നിങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ അല്ല. അതല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള വിഷയമല്ല. SNDP അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതാ പരിശോധിക്കുന്നത്. SNDPൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതങ്ങനെ അതിനെ കണക്ട് ചെയ്ത് കാണാതെ അതിനെ മാത്രം വെള്ളാപ്പള്ളി നടേശനെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവരുടെ നിലപാടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒരു കാര്യം ചെയ്യട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിന് ശേഷം ഞാൻ പത്രക്കാരെ ഇന്നലെ കണ്ടിരുന്നു കേരളത്തിൽ, തിരുവനന്തപുരത്ത് നിന്ന്. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനയിലേക്ക് പോയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശദമായ പരിശോധന നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണമെന്ത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ വികസനത്തെ മുൻനിർത്തി വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ചെയ്തിട്ടും ഇങ്ങനെയൊരു ജനവിധിയാണ് വന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഞങ്ങൾ തിരുത്തേണ്ടത് എന്തെങ്കിലും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടോ? ഞങ്ങൾ തിരുത്തും. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ്, ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ വെച്ച് പരിശോധന നടത്തി വരികയാണ്. അങ്ങനെ പരിശോധന നടത്തി വരികയാണ്. അതൊന്നും അവസാനമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ മറ്റ് പഴുതുകൾ മാത്രം നോക്കിയാൽ പറയാലോ. ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്ത രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു നടപടിയും, ഒരു കുതിരക്കച്ചവടമോ എന്തെങ്കിലും നീക്കുപോക്കുകളോ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എന്താണോ ഇലക്ഷൻ മുമ്പ് ഉയർത്തിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയ നിലപാടിന് വെള്ളം ചേർക്കാത്ത നിലയിലുള്ള സമീപനമാണ് തുടർന്നെടുക്കുന്നത്. ചില ഭരണസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് നിങ്ങളല്ലേ, നിങ്ങളുടെ അഭിപ്രായം. ആര് പറഞ്ഞു? അല്ല, അതൊന്നും ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്. അതിനെല്ലാം മറുപടിയും വിശദീകരണവും നടത്തുന്നത് CPI നേതൃത്വമാണ്. ഞാനല്ല പറയുന്നത്. ഞാൻ പറയാൻ ബാധ്യതപ്പെട്ടത്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ്. ആ നിലപാടാണ് ഇന്നലെ ചർച്ച ചെയ്ത് തീരുമാനിച്ച നിലപാടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. എല്ലാ പ്രശ്നങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിശോധനയിലൂടെ എന്തെങ്കിലും പെശകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിക്കാം തീരുമാനം. അതൊക്കെ പറയാലോ. ഞാനെല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞാൻ സ്വാഗതം ചെയ്യുന്നത് അങ്ങനെയല്ല. ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി എൻ്റെ നിലപാടുമല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരിപാടികൾ അംഗീകരിക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. അത് ഏതെങ്കിലും ഒരു പാർട്ടി, അതുകൊണ്ട് ഇന്ന പാർട്ടി വന്നാൽ എടുക്കുക, അല്ലെങ്കിൽ മറ്റേ പാർട്ടി ഇങ്ങനെ, അങ്ങനെയല്ല എൻ്റെ പ്രശ്നം. ഒരു നയപരമായ പ്രശ്നത്തിൽ യോജിപ്പിൻ്റെ മേഖല ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് അവരെ മുന്നണി എടുക്കുന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിച്ച് തീരുമാനം ഉണ്ടാക്കും. അങ്ങനെ ഒരു സമീപനം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടാണ്, കൺവീനറുടെ നിലപാടല്ല. അതാണ് അവരും ഞങ്ങളും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അല്ല, എനിക്കറിയില്ല, അത് ലീഗാണ് പറയേണ്ടത്. ലീഗിന്റെ ആധികാരികത്വമൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ അംഗീകരിച്ചു പോകുന്ന സമയം ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നിലപാടുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്യും. അത്രേ എൻ്റെ പ്രശ്നമുള്ളൂ. പിന്നെ അതുപോലത്തെ താങ്കളുടെ മണ്ഡലത്തിൽ പേരാമ്പ്രയിൽ ഒരു പഞ്ചായത്ത് തോൽവിനിപ്പോൾ ലീഗ് പ്രവർത്തകർ ചാണകവെള്ളം ശുദ്ധീകരിച്ചു. എന്താണ് അത് നിങ്ങളെല്ലാം പരിശോധിക്കുക. അത് അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു വിഷയം അതുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിൽ ഒരിക്കലും ഇല്ലാത്ത ചില പ്രവണതകൾ ഇങ്ങനെ വർഗീയ നിലപാടിൻ്റെ ഭാഗമായി പുറത്തു വരിക. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തികച്ചും നിയമവിരുദ്ധമായ, നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത ഒരു നിലപാടാണ് അവർ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചത്. അവിടെ ഒരു പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു പ്രസിഡൻ്റായിരുന്നത്. ആ ഒരു സമീപനം കൂടി ഈ അടിച്ചു തലിയുടെ പിറകിൽ അങ്ങനെയൊരു സമീപനം കൂടി അവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് നിയമപരമായിട്ട് സർക്കാരും പരിശോധിക്കട്ടെ, മറ്റ് ബന്ധപ്പെട്ടവരെല്ലാം പരിശോധിക്കട്ടെ. ആ പ്രവണത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു ഗുണം ചെയ്ത കാര്യമല്ല. ഒരിക്കലും കേരളം അതുപോലുള്ള പ്രവണതകളിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അവിടെ ലീഗ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലീഗിൻ്റെ നേതൃത്വം എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ലീഗ് പരിശോധിച്ച് ലീഗാണ് വ്യക്തമാക്കേണ്ടത്. അത് ലീഗ് വ്യക്തമാക്കട്ടെ. കൈ തളർന്നു ഇങ്ങനെ സ്വർണ്ണക്കൊള്ളയിലെ പാട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധത്തിന്റെ സമയത്ത് UDF MPമാർ ആ പാട്ട് പാടി, കോൺഗ്രസ് നേതാക്കൾ പാടുന്നു. അപ്പോൾ ഇതിലൊരു മതവികാരത്തിന്റെ പ്രശ്നം കൂടി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇത് UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഈ പാട്ടിനെ എൻഡോസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അല്ല, അവരല്ലേ ഇത് ഉണ്ടാക്കിയത്. കോൺഗ്രസ് നേതാക്കളല്ലേ ഈ പാട്ട് ഉണ്ടാക്കിയത്. അവരാലോചിക്കട്ടെ. അതിൻ്റെ LDF അതൊന്നും പ്രതിസന്ധിയിലാക്കിയിട്ടൊന്നുമില്ല. അത് അങ്ങനെയുള്ളത് സമൂഹത്തിൽ എന്ത് പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. ഒരു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ പരിരക്ഷ വേണം. അത്തരമൊരു സമീപനത്തിന് സഹായകരമാണോ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്? എന്തുണ്ട് കടന്നാക്രമിക്കാൻ വഴി? അത് ചെയ്യുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. ഇടയ്ക്കിടയ്ക്ക് വളരെ സൈബർ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ. അവരിപ്പം ഏറ്റവും അവസാനം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിജീവിത അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള ആക്രമണത്തോട് ഒരു യോജിപ്പില്ല. അതൊക്കെ ഈ സമൂഹത്തിലുള്ള ദൂഷ്യങ്ങളുടെ അംശങ്ങളാണ് ഇതിനകത്തെല്ലാം ഉയർന്നു വരുന്നത്. അതെല്ലാം ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഒരു പൊതു അഭിപ്രായം.